എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്കുളൂർ. നമുക്ക് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈയിടെയായിട്ട് സഞ്ജു സാംസൺ കൊടുത്തൊരു ബൈറ്റ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മലയാളിയുടെ ക്രിക്കറ്റിലെ വികാരമായ സഞ്ജു സാംസൺ അദ്ദേഹം കൊടുത്ത ഒരു ബൈറ്റ് ഞാൻ കണ്ടു. അതായത് അദ്ദേഹത്തിനെ കുറിച്ച് ബാറ്റിംഗ് ഓർഡറിലെ പൊസിഷനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സാക്ഷാൽ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വരെ നേടിയിട്ടുള്ള ലെജൻഡ് ആയിട്ടുള്ള ലാലേട്ടനെ കുറിച്ചാണ്. ലാലേട്ടൻ ഒരുപാട് കാലമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ലാലേട്ടൻ പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനും നമ്മുടെ ടീമിൽ പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ ഹീറോ ആയിരിക്കും, ചിലപ്പോൾ വില്ലനായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും റോളായിരിക്കും, കോമഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച്. അപ്പോൾ അത് വളരെയധികം നർമ്മ രീതിയിൽ വളരെയധികം സർക്കാസ്റ്റിക് ആയിട്ട് അദ്ദേഹം കൊടുത്തൊരു മറുപടിയാണ് ആ ചോദ്യം എന്ന് പറയുന്നത്. അദ്ദേഹം കംഫർട്ടബിൾ ആണ് ഭായി, അദ്ദേഹത്തിൻ്റെ മെറിറ്റിലാണ് അവിടെ കളിക്കുന്നത്. ഈ സഞ്ജു സാംസനെ കുറിച്ച് സഹതിപ്പിക്കുന്നവരും അദ്ദേഹത്തിന് ചാൻസ് കിട്ടാതെ നമ്മൾ കരയുന്നവരും അദ്ദേഹം ചാൻസ് കിട്ടിയിട്ട് പെർഫോം ചെയ്യാത്തപ്പോൾ വിമർശിക്കുന്നവരും ആലോചിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം എന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രതിഭയായി നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് കേരളത്തിൽ നിന്ന് ഒരാളെ ഒരു 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 ക്ലൗട്ടോ ഒരു വിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെറിറ്റിലാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം 10 റൺ അടിച്ചാൽ 20 റൺ അടിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്ക് കിട്ടുന്ന അവസരമാണ്. ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് വളരെയധികം ആഗ്രഹത്തോടെ അവരുടെ പാഷനായിട്ട് അവർ കൊണ്ടു നടക്കുന്നതാണ്. കളിയോടുള്ള പാഷനെക്കാട്ടിലും കൂടുതലാണ് രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള പാഷൻ. അതും ഒരു മലയാളി എത്ര കാലം ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനമാണ്. അത് ഏതൊരു തരത്തിലും ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നിരവധി ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. പല ചാൻസുകളിൽ അദ്ദേഹം ഫെയിലിയർ ആയിട്ടുണ്ട്. പല ചാൻസുകളിൽ അദ്ദേഹം വളരെയധികം അതിഗംഭീരമായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ കളിയാണ് തീരുമാനിക്കുന്നത്, പെർഫോമൻസ് ആണ് തീരുമാനിക്കുന്നത്, മെറിറ്റ് ബേസിലാണ് ആ സെലക്ഷൻ എന്ന് പറയുന്നത്. ടീം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ടീം പ്ലെയർ ആയിട്ടുള്ള ഒരാൾ ഏത് തരത്തിലും വേണമെങ്കിലും കളിയെ മാറ്റാനും അദ്ദേഹം പൊരുത്തപ്പെടാനും കഴിയണം. അതുതന്നെയാണ് ടീം പ്ലെയർ എന്ന് പറയുന്നത്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ടീം ഗെയിമാണ്, ഒരു ഇൻഡിവിജ്വൽ പെർഫോമർ ഗെയിമല്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ കളിക്കേണ്ടത് എന്ന് കൂടിയുള്ളൊരു എക്സാമ്പിളാണ്. പക്ഷേ എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ഒരു പഞ്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് സഞ്ജു മോഹൻലാൽ സാംസൺ. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സാഗർ എലിയാസ് ജാക്കി. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ഹീറോ എന്താ പറയുക, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല, അതേപോലെ തന്നെ സഞ്ജു എന്ന ഹീറോനെ നിനക്കറിയൂ അല്ലേ, വില്ലനെ നിനക്കറിയില്ല എന്ന് പറഞ്ഞു വിട്ട് അദ്ദേഹം ഒരു ചിരി ഇരിക്കട്ടെ. മോനെ പൊളി സഞ്ജു ഭായ്, എന്തായാലും അടിപൊളിയായിരുന്നു ആ ബൈറ്റ് എന്ന് പറയുന്നത്. വളരെ പക്വതയോടെ എന്ന നർമ്മത്തോടെ എന്നാൽ വളരെയധികം ഉച്ചസ്ഥായിയിൽ എല്ലാവരോടും താങ്കൾ ഒരു ടീം പ്ലെയർ ആണ്, താങ്കളുടെ മികവ് എന്ന് പറയുന്നത് ഏത് തരത്തിൽ തെളിയിക്കാൻ താങ്കൾ തയ്യാറാണ് എന്നുള്ളതൊക്കെ തെളിയിച്ചുകൊണ്ടുള്ള ആ ബൈറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. സഞ്ജു സാംസനെ പിന്തുണയ്ക്കുക ഗൈസ്. അദ്ദേഹത്തിനെ കുറിച്ച് സഹതിപ്പിക്കരുത്. അദ്ദേഹത്തിനെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, കളിയാണ്. പക്ഷേ അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്യുവർ മെറിറ്റ് ബേസ്ഡ് പെർഫോമൻസ് ബേസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രതിഭയും കൊണ്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് എന്നുള്ള യാതൊരു തർക്കമില്ല. ഒരു ഫ്രാഞ്ചൈസിനെ ഇത്രയും കാലമായിട്ട് അദ്ദേഹം ലീഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.